സ്നേഹത്തിന്റെ സപ്തവർണ്ണ കവചിതമായ അമേൻ അഴക്. ഇന്ന് രാത്രി എവിടെ പറഞ്ഞുകൊണ്ടെന്ന് എനിക്കറിയില്ല. ദൈവത്തിന്റെ സ്നേഹത്തിന് 7 നിറങ്ങൾ പറയുമ്പോൾ ഒന്നാമത്തിലേക്ക് തുടങ്ങുക. വായിക്കാം സങ്കീർത്തനങ്ങൾ 103:13. യെസ്, വായിക്കാം. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. 1189 അധ്യായം 31,173 വാക്യം 8,10,697 വാക്കുകൾ അടങ്ങിയ സത്യവേദ പുസ്തകത്തിനകത്ത് ഒരമ്മ ദൈവമില്ല. എൻ്റെ ദൈവം അപ്പനാണ്. പക്ഷേ അപ്പനോടാണ് അമ്മയോടാണ് ഏറ്റവും ഇഷ്ടം? മമ്മി വന്നിട്ടുണ്ടോ? ഞാനത് ഒച്ചത്തിൽ പറയുന്നില്ല. സത്രം. ഇന്ത്യ മഹാരാജ്യം നമ്മുടെ മാതൃരാജ്യമാണെന്നാ പറയുന്നത്. എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്നാ? അമ്മയുടെ നാടെന്നാ. ഞങ്ങൾ മാതൃരാജ്യത്തു നിന്ന് പോകും, പിതൃരാജ്യത്ത് പോകും. സ്വത്രം പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വേദപുസ്തകത്തിനകത്ത് യേശുക്രിസ്തുവിനെ കുറിച്ച് അവൻ 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 എന്ന പദം പുല്ലിംഗത്തിനാ. എന്നാൽ ഇന്ന് രാത്രി ഏലോഹിം എന്ന പദം, സർവശക്തനായി ദൈവത്തെക്കുറിച്ച് പറയുന്ന ഇബ്രായ പദത്തിൽ ഏലോഹിം എന്ന പദം, അമേൻ, അതിനകത്ത് സ്ത്രീ പുരുഷ വ്യത്യാസമൊന്നും ഇല്ല. ദൈവമാണുമല്ല, ദൈവം പെണ്ണുമല്ല. അങ്ങനെ വേണം നമ്മൾ തിയോളജി, ദൈവശാസ്ത്രപരമായിട്ട് പഠിക്കാൻ. പക്ഷെ ബൈബിളിൽ ദൈവത്തെ അപ്പൻ, പിതാവിൻ്റെ സ്ഥാനത്താ. അവൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ മാതാവെ നല്ല പഠിപ്പിച്ചത്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ കൃപയുള്ള ഒരു സ്തോത്രം പറഞ്ഞു. അവൻ ഹല്ലേലൂയ. അവൻ ഈ അപ്പൻ്റെ സ്നേഹത്തിൻ്റെ പ്രത്യേകതയുണ്ട്, അമ്മയുടെ സ്നേഹത്തിന് പ്രത്യേകതയുണ്ട്. അവൻ ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, അപ്പൻ്റെ സ്നേഹമാണോ വലുത്, അമ്മയുടെ സ്നേഹമാണോ? ആമേൻ. ഞാൻ 1-2 ചിന്തകൾ നിങ്ങളോട് പറഞ്ഞിട്ട് മുമ്പോട്ട് പോകാം. അപ്പൻ്റെ സ്നേഹത്തെക്കുറിച്ച്. സ്തോത്രം. ഒരമ്മ നിറവയറുമായി ഒരു സ്ട്രെച്ചറിൽ ഇങ്ങനെ കിടക്കുന്നു ആശുപത്രിയിൽ. അവൻ 2 അറ്റൻഡർമാർ അത് തള്ളിക്കൊണ്ട് ലേബർ റൂമിലേക്ക് പോകുന്നു. അതിൻ്റെ പുറകിന് ഒരു മനുഷ്യൻ മനസ്സൊക്കെ ഭാരപ്പെട്ട് ഇങ്ങനെ നടന്നു പോകുന്നു. അത് ആ സ്ട്രെച്ചറിൽ കിടക്കുന്ന അദ്ദേഹത്തിന് ആ സഹോദരിയുടെ ഭർത്താവാണ്. വാതിൽക്കൽ ചെന്ന്, ലേബർ റൂമിൻ്റെ വാതിൽക്കൽ ചെന്ന് നമ്മൾ എഴുതി വെച്ചിരുന്നു, ട്രസ് പാസേഴ്സ്, അകത്തേക്ക് കടക്കരുത്, അനുവാദം കൂടാതെ അകത്തേക്ക് കയറാൻ പാടില്ല. സ്ട്രെച്ചർ അകത്തോട് തള്ളിക്കൊണ്ട് പോകുമ്പം നിറവയറുമായി അതിൽ കിടക്കുന്ന ആ സ്ത്രീ മുഖം കൊണ്ട് കണ്ണുകൊണ്ട് ഭർത്താവിനോട് പറഞ്ഞു, പോയിട്ട് വരട്ടെ, പോയിട്ട് വാ. അകത്തോട്ട് കയറിയ സ്ത്രീയുടെ പേര് സൂസമ്മ. അകത്തോട്ട് കയറിയ സ്ത്രീയുടെ പേര് സൂസമ്മ. അകത്തോട്ട് പോയി. ഇപ്പോൾ സൂസമ്മ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുവാൻ. അപ്പോൾ ലേബർ റൂമിൻ്റെ വാതിൽക്കൽ കൂടെ ഒരാളിങ്ങനെ നടക്കുക. അയാളുടെ പേരെന്താ അറിയത്തില്ല, സൂസപ്പൻ. അകത്തോട്ട് പോയത് സൂസമ്മയാണെങ്കിൽ വാതിൽക്കൽ കൂടെ നടക്കുന്ന പുള്ളിയുടെ പേരെന്തുവാ? സൂസപ്പൻ, ഭർത്താവാ. ആമേൻ. എൻ്റെ ചോദ്യം, ഇവിടെ ഇരിക്കുന്ന അമ്മമാർ പറഞ്ഞാൽ മതി, എല്ലാവരും പറയണ്ട, അമ്മമാർ പറഞ്ഞാൽ മതി. ശരീരത്തിൻ്റെ വേദനയാണോ വലുത്, മനസ്സിൻ്റെ വേദനയാണോ? വേഗം പറ, സമയമില്ല. അത് ഞങ്ങൾ അനുഭവിച്ചേ, അത് ഞങ്ങൾ അപ്പന്മാരനുഭവിച്ചേ. എൻ്റെ കൂടെ നിൽക്കണം കേട്ടോ. ഞങ്ങൾ അപ്പന്മാരനുഭവിച്ചു. ഇപ്പോഴെങ്കിലും സമ്മതിച്ചല്ലോ, അത് മതി. ഞാനാ പ്രസവിച്ചത്, നൊന്താ പ്രസവിച്ച, സമ്മതിച്ചു. അതിൻ്റെ വേദന ഞങ്ങൾ അനുഭവിച്ചേ. പക്ഷേ ഞങ്ങൾ വെളിയിൽ കൂടെ നടന്നെന്നുള്ളേ ഉള്ളൂ, നിങ്ങൾ അകത്തായിരുന്നു. ശരി, അത് ശരിയാണ്. തമ്മി കണ്ടില്ലെന്നുള്ളത് ശരിയാണ്. പക്ഷേ നിങ്ങൾ അനുഭവിച്ചതിനേക്കാൾ വലിയ വേദന ഞങ്ങൾ വെളിയിൽ അവിടെ കൊണ്ട് തീർന്നില്ല. ഒരു നേഴ്സ് ഇറങ്ങി വന്നിട്ട് ചോദിച്ചു, സൂസമ്മയുടെ കൂടെ ആരുണ്ട്? ഞാനോട് സൂസപ്പൻ, സൂസമ്മ പ്രസവിച്ചു. അതിൻ്റെ അർത്ഥം എന്നാ? സൂസമ്മയുടെ വേദന തീർന്നു. ഉടനെ സൂസപ്പൻ ചോദിച്ചു, കുഞ്ഞാണാണോ പെണ്ണാണോ? ഉടനെ പറഞ്ഞു പെണ്ണാ. സൂസപ്പൻ്റെ 2ാമത്തെ വേദന തുടങ്ങി. ഇനി ഇതിനെ ആര് കെട്ടിച്ചു വിടും? സൂസപ്പൻ. സൂസമ്മ കെട്ടിച്ചു വിടുകയല്ലോ. ഉത്തരവാദിത്വമുള്ള സ്നേഹം. ഞാൻ എല്ലാ അപ്പന്മാരും, എല്ലാ പ്രശ്നം ഉണ്ടാക്കുന്ന അപ്പന്മാരും, വടക്കുണ്ടാക്കുന്ന അപ്പന്മാരും, കുഞ്ഞുങ്ങളെ നോക്കാത്ത അപ്പന്മാരൊക്കെ ഉണ്ടാക്കാം. അതിൽ 5%, 10%. നമ്മളൊരു നാട്ടിലെ പട്ടിയുടെ കാര്യം പറയുമ്പോൾ പേപ്പട്ടിയുടെ കാര്യമാണ് പറയുന്നത്, അല്ലല്ലോ. പേ പിടിച്ച് 5 പട്ടിയുടെ കാര്യമല്ല, 95 നല്ല പട്ടിയുടെ കാര്യമാണ് പറയുന്നത്. വടക്കുണ്ടാക്കുന്ന ചിലർ കണ്ടേക്കാം. ഞാൻ പറയും നല്ല കുടുംബം, നല്ല ഭർത്താവ്, അവൻ നല്ല അപ്പൻ, നല്ല അമ്മ, അവരെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ആ ബന്ധത്തിൻ്റെ ഊഷ്മളത വലുതാ, ആ ബന്ധം വലുതാ. അപ്പൻ എന്ന് പറയുന്ന സ്ഥാനം. അമ്മയെന്ന് പറഞ്ഞാലുണ്ടല്ലോ, അമ്മയെ കാണണം. അമ്മ
എന്ന് വിളിക്കുമ്പോൾ ആ വിളി കേൾക്കുന്നിടത്ത് ആരുണ്ടാകണം? അമ്മയുണ്ടാകണം. പക്ഷെ അപ്പൻ അങ്ങനെ വേണ്ട. അപ്പൻ ഉണ്ടെന്നറിഞ്ഞാൽ മതി, ധൈര്യവാ. അതാ അപ്പൻ. മോനെ അപ്പൻ എവിടാ? അപ്പൻ ദുബായിലാ, മതി. ഇപ്പൊ ഇങ്ങനെ ചുമ്മാ ഇവിടെ വെറുതെ പണിയില്ലാതിരുന്നിട്ട് കാര്യമില്ല, ദുബായി നിൽക്കുന്ന നല്ലത്. നിന്റെ മടിയിൽ കിടത്തി മുറ്റം കാണിച്ചു തന്നതും നിന്നെ മടിയിൽ കിടത്തി വീട് കാണിച്ചു തന്നതും അമ്മയാ. പക്ഷെ നിന്റെ കൈയുടെ വിരലെ പിടിച്ചോണ്ട് ആകാശം കാണിച്ചു തന്നത് അപ്പനാ. കൃപയുള്ളവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. നിന്നെ ആദ്യമായിട്ട് നിന്റെ കയ്യെ പിടിച്ച് നിന്നെ പുറത്തു കൊണ്ടുപോയതാ അപ്പനാ. ആമേൻ. സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിക്കുക. മനസ്സ് നിറഞ്ഞ ദൈവത്തെ സ്തുതിക്കുക. മറ്റൊരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് വിടാം ഈ വിഷയം. എനിക്ക് 7 സ്നേഹം പറയണം, ഒരെണ്ണേ ഉള്ളൂ. ജോലിക്ക് ഇൻ്റർവ്യൂവിന് പോയിരിക്കുന്നു മകൻ. ആമേൻ. അവൻ എറണാകുളം വരെ പോയിരിക്കുക, ഇൻ്റർവ്യൂ ആ. അപ്പനമ്മയ്ക്ക് ഒരു മോനാ. രണ്ടുപേരും കൂടെ ഇങ്ങനെ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ കസാലിലിരിക്കുക. രാവിലെ പോയത് അവൻ ഇൻ്റർവ്യൂവിന്, ട്രെയിനിലാണ് പോയിരിക്കുന്നത്. വൈകിട്ട് വരും ഇൻ്റർവ്യൂ കഴിഞ്ഞ്. ഇടയ്ക്കിടയ്ക്ക് പുള്ളിക്കാരൻ എഴുന്നേറ്റ് അവനെ കാണുന്നില്ലല്ലോ. ഉടനെ ഭർത്താവ്, ലീലാമ്മേ വന്നിരിക്കുക. അന്നൊക്കെ പിന്നെ പ്രത്യേകത ഉണ്ട്, പറഞ്ഞാൽ വന്ന ലീലാമ്മ ഒന്നങ്ങ് ഇരിക്കുമായിരുന്നു. ലീലാമ്മ ഒന്ന് അവിടെ ഇരുന്നു. ഉടനെ കുറച്ച് നേരം അങ്ങനെ ഇരുന്ന് കഴിയുമ്പോൾ പിന്നെ എഴുന്നേറ്റു ലീലാമ്മ. സൂര്യനസ്തമിച്ചു, ഇരുട്ടാകുന്നു, അവനെ കാണുന്നില്ലല്ലോ. ഉടനെ ഭർത്താവ്, ലീലാമ്മേ എന്തോ വന്നിരിക്കുക. ഇരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ അവൻ ഗേറ്റ് കടന്ന് വരുന്നു. ഉടനെ പുള്ളിക്കാരി ചാടിയത് താണ്ടവുമായിരുന്നു. ഉടനെ അപ്പൻ ചോദിച്ചു, അവൻ വരത്തില്ലെന്ന് ആരും പറഞ്ഞു. അതല്ല ഞാൻ എഴുന്നേക്കാത്ത, എനിക്കറിയാം അവൻ എൻ്റെ മോനാ, വരും. അതാണ് അപ്പൻ. ഇങ്ങോട്ട് വന്ന് കയറിയ ഉടനെ അമ്മ, എന്താണ് നിന്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്നത്? നീ എന്നാ കഴിച്ച്? അവൻ പറഞ്ഞ ഒന്നും കഴിച്ചില്ല. കണ്ടോ കാശില്ലാടാ തോന്നിട്ട് ഒരു ദോശ മേടിച്ച് നിനക്ക് തിന്നാൻ മേലായിരുന്നു, ഒരു ജ്യൂസ്. കണ്ടോ അവൻ്റെ മുഖം ഇരിക്കുന്നത് കണ്ടോ? ഒരു വക കഴിച്ചിട്ടില്ല. കുറേ ബഹളം ഈ ലീലാമ്മ വെച്ചപ്പോൾ അപ്പൻ എഴുന്നേറ്റിട്ട് പറഞ്ഞു, ലീലാമ്മ നീ അകത്തോട്ട് പോ. അന്നൊക്കെ പിന്നെ ഒരു ഗുണമുണ്ട്, പറഞ്ഞ ഉടനെ ലീലാമ്മ അങ്ങ് അകത്ത് പോകുമായിരുന്നു. ലീലാമ്മ അങ്ങ് അകത്തോട്ട് പോയ ഉടനെ അപ്പൻ ഇവൻ്റെ തോളിലേക്ക് കൈവച്ചു. ഇൻ്റർവ്യൂ ജയിച്ചു. ദോശ നാളെ വേണേലും നിന്നെ ഭാവി കിട്ടുമെന്നറിയണം. അതാണ് അപ്പൻ. ഓ, കൃപയുള്ളവരെല്ലാം ദൈവത്തെ സ്തുതി. അതാണ് അപ്പൻ. അതാ ബൈബിൾ പറയുന്ന അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ. ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ട് അവിടെ വിടാം. അമ്മമാർക്കൊന്നും വിഷം വരില്ല. സർവശക്തനായ ദൈവം എൻ്റെ അമ്മയുമാണ്, എൻ്റെ അപ്പനുമാണ്. കാരണം ബൈബിളിൽ ഒരു വാക്യമുണ്ട്, അമ്മ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? മറന്നാൽ. തമിഴില് മോനൊരു പാട്ട് പഠിച്ചിരുന്നപ്പോൾ ഞാൻ ഓർത്തു, അമ്മ തമിഴിൽ ഭയങ്കര പാട്ടുണ്ട്. തൊഴിലെന്നെ സുമന്തത് പാർത്താ உமை அப்பான்னு கூப்பிடணும். கருவில் என்னை சுமந்தது பார்த்தா உமை அம்மான்னு கூப்பிடணும். என்னை ஆற்றுவதும் தேற்றுவதும் பார்த்தா உமை அப்பான்னு கூப்பிடணும். പടലിൽ എഴുന്നേറ്റാൽ മതി, കുഴപ്പമൊന്നുമില്ല. എഴുന്നേക്കണോ വേണ്ടയോ പണ്ട് കടലിനകത്തോട്ട് പത്രോസ് ഇറങ്ങണോ വേണ്ടയോ എന്ന് തീരുമാനിച്ച പോലെ ഹല്ലേലൂയ. തൊഴിലെന്നെ സുമന്തത് പാർത്താ ഉമ്മ അപ്പാന്ന് കൂപ്പിടணும். കരുവിൽ എന്നെ സുമന്തത് പാർത്താ ഉമ്മ അമ്മാന്ന് കൂപ്പിടணும். என்னை ஆற்றுவதும் தேற்றுவதும் பார்த்தா நீ அப்பான்னு கூப்பிடணும். நீ கொஞ்சுவதும் பார்த்தா உன்னை அம்மான்னு கூப்பிடணும். அம்மான்னு கூப்பிடவா உமை அப்பான்னு கூப்பிடவா. அம்மான்னு கூப்பிடவா உமை அப்பான்னு கூப்பிடவா. அம்மான்னு கூப்பிடத்தனாச உமை அப்பான்னு கூப்பிடவா. அப்பான்னு கூப்பிடத்தனாச உமை അമ്മാണ് കൂപ്പിടവാ. സന്തോഷത്തോടെ കരങ്ങൾ അടിച്ച് കർത്താവിൽ നിന്ന് സ്തുതിച്ചാണ്ട് സകലത്തിന് മതിയായ ദൈവത്തെ നന്ദിയോടെ സ്തോത്രം പറഞ്ഞാണ്ട് ആമേൻ. എൻ്റെ അപ്പനാണ്,
ദൈവത്തിന്റെ സ്നേഹത്തിന്റെ മറ്റൊരു മുഖം വായിക്കാം. ഡ്യൂട്രോണമി, ആവർത്തന പുസ്തകം 32-ാം അധ്യായം 11-ാം വാക്യം. കഴുകൻ തന്റെ കൂട് അനക്കി കുഞ്ഞുങ്ങൾക്ക് മീതെ പറക്കും പോലെ താൻ ചിറക് വിരിച്ച് എടുത്ത് തന്റെ ചിറകിന്മേൽ അവനെ വഹിച്ചു. മതി, സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഒരു കഴുകന്റെ സ്നേഹം. സ്തോത്രം പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുക. ആമേൻ. എന്താ കഴുകന്റെ പ്രത്യേകത? കൂടുകളെ കൂടിളക്കി. അങ്ങനെ ഈ കഴുകനൊരു പ്രത്യേക സമയമാകുമ്പോൾ അതിൻ്റെ കമ്പുകളെല്ലാം ഇളക്കി ആ കൂട് ഉടച്ചു കളയും, ആ കൂട് പൊളിച്ചു കളയും. അപ്പോൾ കഴുകന്റെ കുഞ്ഞ് വളരെ ഉയരത്തിൽ നിന്ന് താഴേക്ക് പതിക്കും. ആമേൻ. അതിന് ചിറകിൽ തൂവലുകൾ മുളച്ചിട്ടില്ല, അതിന് പറക്കാൻ നല്ലപോലെ അറിയത്തില്ല, പറക്കാൻ തുടങ്ങിയിട്ടില്ല. പക്ഷെ കഴുകൻ, ആമേൻ, തള്ളക്കഴുകൻ അതിൻ്റെ കുഞ്ഞിനെ താഴേക്കിടും. പക്ഷേ താഴെ പാറയിൽ വീണ് അടിച്ചു തകർന്ന് ചിതറുമെന്ന് മനസ്സിൽ വിചാരിച്ചു ഭാരപ്പെടുന്ന ആ കഴുകന്റെ കുഞ്ഞ് മനസ്സ് തകർന്നിരിക്കുമ്പോൾ ആ വീഴുന്നതിന് തൊട്ടു മുമ്പ് ഈ തള്ളക്കഴുകനെ താഴേക്ക് വന്ന് അതിനെ ചിറകിന്റെ മകൾ വഹിക്കുന്നത് പോലെ ഇന്ന് രാത്രി പറയാ, ദൈവത്തിന്റെ സ്നേഹം, നീ തകർന്നു പോയി, ഇനി രക്ഷയില്ല, ഇനി മുമ്പോട്ട് പോകാൻ കഴിയില്ല, എല്ലാം അവസാനിച്ചു, ഇനി മുമ്പോട്ട് പോകത്തില്ല എന്ന് നീ വിചാരിക്കുന്ന സമയത്ത് തമ്പുരാൻ ഇറങ്ങി വന്ന് അവന്റെ ചിറക് നിന്റെ അടിയിൽ വിരിച്ച് ആ ചിറകിന്റെ മേൽ നിന്നെ വഹിച്ച്. ഓ കൃപ 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 കൃപ. ഒരു കഴുകൻ തന്റെ കുഞ്ഞിനെ പറക്ക പഠിപ്പിക്കുന്നത് പോലെ, ഒരു കഴുകൻ തന്റെ കുഞ്ഞിനെ അവൻ മുമ്പോട്ട് പോകാൻ പഠിപ്പിക്കുന്നത് പോലെ എന്റെ കർത്താവ് നിന്നെ സ്നേഹിക്കുന്നു. എന്റെ കർത്താവിന്റെ സ്നേഹത്തിന്റെ ഒരു മുഖമാത്. ഹല്ലേലൂയ. ആമേൻ. ചിലപ്പോൾ നിനക്ക് തോന്നും എല്ലാം തീർന്നോ, എല്ലാം അവസാനിച്ചോ, എല്ലാം കഴിഞ്ഞോ. അങ്ങനെ ശിഷ്യന്മാർ പടകിൽ നിന്ന് ചോദിച്ചത്, നാഥാ ഞങ്ങൾ നശിച്ചു പോകുന്നു, നിനക്ക് വിചാരമൊന്നും ഇല്ലയോ? ഇവര് കിടന്നോണ്ട് പറയാണ്, പടകിനകത്തോട്ട് എന്തോ കയറുന്നു, വെള്ളം. അപ്പൊ ഇവര് കിടന്ന് ഉച്ചത്തിൽ കൂവുന്നു. എന്തോ പറഞ്ഞു കൂവുന്നു? തീ പിടിക്കുമ്പോൾ എന്തോ പറഞ്ഞാൽ കൂവുന്നേ? തീ എന്ന് പറഞ്ഞു കൂവും അല്ലേ? ശരിയല്ലേ? അങ്ങനെയാണ് പടകിൽ വെള്ളം കയറുമ്പോൾ എന്തോ പറഞ്ഞാൽ കൂവുന്നേ? വെള്ളം. കർത്താവേ വെള്ളം. ഇവർ വെള്ളം എന്ന് പറഞ്ഞ് വെള്ളം പൊക്കി പിടിച്ചപ്പോൾ കർത്താവ് കടലിന് മീതെ നടന്നു വന്നു. അവർക്ക് മനസ്സിലായില്ല. കാരണം ഇവർ പൊക്കി പിടിച്ചിരിക്കുന്ന വെള്ളം യേശു ചവിട്ടി പിടിച്ചിരിക്കുക. കൃപയുള്ളവർ ദൈവത്തെ ആരാധിച്ച് തുടങ്ങിക്കുന്ന രാത്രി, ഇന്ന് രാത്രി നീ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന നിന്റെ പ്രശ്നം യേശുവിൻ്റെ കാൽ കീഴിലാ, അവൻ്റെ കാഴ്ചവിട്ടില്ല. അത് നിന്റെ തലയ്ക്ക് മുകളിലല്ല, അത് തമ്പുരാന്റെ കാഴ്ചവിട്ടില്ല. 7 സമുദ്രങ്ങളുടെ മേൽ അധികാരമുള്ളവൻ ഇന്ന് രാത്രി നിന്റെ വിഷയത്തെ അവൻ്റെ കാഴ്ചവിട്ടിൽ വെച്ചിരിക്കുക. സന്തോഷത്തോടെ പ്രിയപ്പെട്ട അമ്മയോട്, പ്രിയപ്പെട്ട സഹോദരിയോട്, പഠിക്കുന്ന കുഞ്ഞിനോട്, നിനക്ക് വേണ്ടി എന്റെ ദൈവം അത്ഭുതം ചെയ്യുമെന്ന് ഇന്ന് രാത്രി വിളിച്ചു പറഞ്ഞാൽ, തലയിൽ കൈവച്ചിട്ട് ഒരു പ്രവചനമായിട്ട് ആമേൻ എന്ന് പറഞ്ഞ് ഏറ്റെടുക്കാൻ ഇന്ന് രാത്രി എത്ര പേർക്ക് മനസ്സുണ്ട്? അത് ഞാൻ ഏറ്റെടുക്കുന്നു. എന്റെ മക്കളുടെ മേൽ, എന്റെ കുടുംബത്തിന്റെ മേൽ അത് സംഭവിക്കട്ടെ. സമയമില്ല. ദൈവസ്നേഹത്തിന്റെ മുഖങ്ങൾ ഇന്ന് രാത്രി എല്ലാം ഒന്ന് തൊട്ടു പോകാനായിട്ട് ഞാൻ സമയം എടുക്കുന്നുള്ളൂ. അതുകൊണ്ട് ദൈവമക്കൾ പ്രാർത്ഥനയോടെ ഇരിക്കുക. വായിക്കാം. ആമേൻ. അടുത്തതിലേക്ക് ഞാൻ കടക്കുക. യിരെമ്യാ പ്രവചനം 18-ാം അധ്യായത്തിന് 1, 2, 3 വായിക്കാം. യിരെമ്യാ പ്രവചനം 18-ാം അധ്യായം 1, 2, 3. എന്തെന്നാൽ നീ എഴുന്നേറ്റ് കുശവന്റെ വീട്ടിലേക്ക് ചെല്ലുക. പാത്രം ഉണ്ടാക്കുന്ന ആളിന്റെ വീട്ടിലേക്ക് നീ ചെല്ല്. അവിടെ വെച്ച് ഞാൻ നിന്നെ എന്റെ വചനങ്ങളെ കേൾപ്പിക്കും. സൗരി, എനിക്ക് എന്റെ സംശയം, ഇത് ബൈബിൾ കോളേജാണോ? കർത്താവ് പറഞ്ഞു, നീ കൊശവന്റെ വീട്ടിലോട്ട് വാ, നിന്നെ കലം ഉണ്ടാക്കാൻ പഠിപ്പിക്കാമെന്നല്ലേ പറയണ്ടേ? അല്ലേ? അങ്ങനെ പറയണ്ടേ? നീ കൊശവന്റെ വീട്ടിലോട്ട് വാ, ഞാൻ നിന്നെ കലം ഉണ്ടാക്കാൻ. പക്ഷെ ബൈബിൾ അങ്ങനെയല്ല എഴുതിയത്. നീ കൊശവന്റെ വീട്ടിലോട്ട് വാ, നിനക്ക് ഞാൻ ബൈബിൾ ക്ലാസ് എടുക്കാം. എന്നാ വാക്യം! അതിൻ്റെ ആഴം അത്ര ഭയങ്കരമാണ്. നീ പാത്രം ഉണ്ടാക്കുന്നിടത്ത് വാ, ഞാൻ നിന്നെ ബൈബിൾ പഠിപ്പിക്കാം, ഞാൻ നിന്നെ അവിടെ വെച്ച് വചനം പഠിപ്പിക്കാം. എന്താ കർത്താവ് പഠിപ്പിക്കുന്നേ? വായിച്ചോ. അങ്ങനെ ഞാൻ കുശവന്റെ വീട്ടിൽ ചെന്നപ്പോൾ, ആമേൻ ആമേൻ, ഇത് ഇങ്ങനൊക്കെ കേട്ടാ അവിടെ ചെല്ലണം കേട്ടോ. ചെന്നപ്പോൾ അവൻ ചക്രത്തിന്മേൽ വേല ചെയ്തുകൊണ്ടിരുന്നു. എല്ലാവരും എന്നെ ഒന്ന് ശ്രദ്ധിച്ചേ, എല്ലാവരും ബൈബിൾ അവിടെ ഇരിക്കട്ടെ. നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ചേ. ഈ കുശവന്റെ ഈ കലമുണ്ടാക്കുന്നത് ടി വിയിലോ
ഏതെങ്കിലും യൂട്യൂബിനകത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ചാനലൊക്കെ കണ്ടിട്ടുള്ളവർ, നേരിട്ട് കണ്ടിട്ടുള്ളവരും കണ്ടേക്കാം. ഈ ചക്രത്തിൻ്റെ മേൽ ഈ മണ്ണ് വെച്ചിട്ട് ഈ ചക്രം ഇങ്ങനെ ഇപ്പോഴൊക്കെ മെഷീനുണ്ട്, അല്ലെങ്കിൽ ചക്രം ഇങ്ങനെ കറക്കുക. ഒരാൾ ഗ്രാമഫോൺ ബോക്സിൻ്റെ ഈ ചക്രം കറക്കുന്ന പോലെ ഇങ്ങനെ കറക്കുക. അപ്പോൾ ഈ ചക്രം ഇങ്ങനെ കറങ്ങുക. നാളെ പാത്രമാകാനുള്ള നീ ഇപ്പോൾ ചക്രത്തിലിരിക്കുക. ഓ കൃപയുള്ളവർ എൻ്റെ കൂടെ ഒന്ന് നിന്നാട്ടെ, ഒന്ന് സ്തോത്രം പറഞ്ഞ് നിന്നാട്ടെ. ഈ ചക്രത്തിലിരിക്കുന്ന മണ്ണിനെ ഇത് കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പുറത്തുനിന്ന് കാണുന്നവർക്ക് മനസ്സിലാകത്തില്ല, ചക്രത്തിലിരിക്കുന്ന എനിക്കും ആരെ കണ്ട മനസ്സിലാകത്തില്ല. കറങ്ങുമല്ലയോ ഇന്ന് രാത്രി നീ ഒരുപക്ഷെ ഒരു കറക്കത്തിൻ്റെ നടുവിലായിരിക്കും, ഒരുപക്ഷെ നിൽക്കാൻ കഴിയാത്ത പോലെ പ്രശ്നങ്ങളുടെ നടുവിലായിരിക്കാം. ഇന്ന് രാത്രി നീ അപ്പോൾ ഓർത്തോ, നീ ചക്രത്തിലാ. പക്ഷെ നീ ഭാരപ്പെടണ്ട. ഈ ചക്രത്തിന്റെ അടുത്തിരിക്കുന്ന ആ കുശവന്റെ ഒരു കൈ പാത്രത്തിനകത്തുണ്ട്, മറ്റൊരു കൈ പാത്രത്തിന്റെ പുറത്തുണ്ട്. അവൻ ഉടയാൻ സാധ്യത ഉള്ളിടത്ത് ഈ രാത്രി ഉടയവന്റെ കരമുണ്ട്. ഓ കൃപ 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 കൃപ. ഈ രാത്രി ദൈവമക്കൾ ദൈവത്തെ ആരാധിക്കുക. കുശവന്റെ വീട്ടിൽ വാ, നിന്നെ പഠിപ്പിക്കാമെന്ന് പറഞ്ഞത് എന്തിനാ? തമ്പുരാൻ എന്താ പഠിപ്പിക്കുന്നത്? നീ തകർന്നു പോകത്തില്ല, നീ അവൻ ഇല്ലാതെ പോകത്തില്ല. കുശവൻ ചക്രത്തിന്മേൽ ഈ പാത്രം ഉണ്ടാക്കുമ്പോൾ അവന്റെ രണ്ട് കൈകൾ, ഒന്ന് പാത്രത്തിനകത്ത്, രണ്ട് പുറത്ത്. ഒരു കാരണവശാലും നിനക്കൊരു ഉടവ് വരാതിരിക്കാൻ, നിന്നെ നല്ലൊരു പാത്രമാക്കി മാറ്റാൻ. ഹല്ലേലൂയ. എന്തെല്ലാം അതിനെക്കുറിച്ച് പറയണം, അത് തന്നെ ഒരു മെസ്സേജാ. അതിനകത്ത് ഒരുപാട് മെസ്സേജ് ഉണ്ട്. ഹല്ലേലൂയ. കുശവന്റെ കയ്യിൽ വെച്ച് ഈ പാത്രത്തിനൊരു ഉടവ് വന്നാൽ, ആമേൻ, അതിനെ മറ്റൊരു പാത്രമാക്കി പണിയാൻ അധികാരമുള്ളവന്റെ കരങ്ങളിലായി ഈ രാത്രി നീ ഇരിക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചാട്ടെ, സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. കല്യാണം കഴിഞ്ഞ് 20 വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ് ഭാര്യ പറയുന്നത്, സിനിമാ നടന്മാർ വരെ വന്നതാ എന്നെ കാണാൻ. ഈ മനുഷ്യനെ ഞാൻ നല്ലപോലെ കണ്ടുപോലുമില്ല, കർട്ടന്റെ പുറകെ നിൽക്കുമായിരുന്നു. എനിക്ക് ഈ ഗതി വന്ന അങ്ങനൊന്നുമല്ല. 20 കൊല്ലം കഴിഞ്ഞാണോ സിനിമാ നടൻ്റെ കാര്യം ഓർത്ത്? 20 കൊല്ലം ഈ ചേട്ടൻ്റെ കൂടെ തന്നെ അല്ലേ താമസിച്ചേ? അല്ലേ? അതെ കുഞ്ഞേ, ഈ കല്യാണം എന്നൊക്കെ പറയുന്നത് ദൈവം തീരുമാനിച്ച് തന്ന ഒരു കുടുംബജീവിതമാണ്. ദൈവത്തിനറിയാം ഏത് കല്ലേൽ അലക്കിയാൽ ഏത് തുണി വെളുക്കും. ഏത് കല്ലേൽ ഇത് അലക്കണമെന്നറിയാവുന്ന കറക്റ്റ് കല്ലാണ് തന്നിരിക്കുന്നത്. പ്രീശലോ. പിന്നെ ചിലത് 2 അലക്ക് കൂടുതൽ അലക്കുന്ന ചെളി ഇച്ചിരി കൂടുതലുള്ളത് കൊണ്ട് പ്രീശലോ. എല്ലാവർക്കും ഒന്നും മനസ്സിലാകുന്നില്ലെന്ന് തോന്നുന്നു. എന്തെല്ലാട്ട് ഞാനൊരു കാര്യം ഉറപ്പിച്ചു പറയാം. 32 വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് എൻ്റെ പേര് കെ എബ്രഹാം. ആമേൻ. എൻ്റെ ഭാര്യയുടെ പേര് നിമി എബ്രഹാം. ഞങ്ങൾക്ക് 2 മക്കളാ. ഞാൻ ഇന്ന് രാത്രി ഇവിടെ നിന്നുകൊണ്ട് നിങ്ങളോട് പറയും, ആമേൻ, ദൈവസ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ യേശു ക്രിസ്തു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ ഭാര്യയാണ്. ഇത് ഓൺലൈനകത്ത് റെക്കോർഡ് ചെയ്യുന്നൊരു കാര്യമാണ്. എന്താ കാര്യം എന്നറിയാമോ? ലോകത്തിൽ 2 പേർക്ക് മാത്രമേ എൻ്റെ കഴിവുകേട് അറിയത്തുള്ളൂ. രജികുമാർ പാസ്റ്റർ ഇവിടെ എന്നെ പ്രസംഗിക്കാൻ വിളിച്ച് എനിക്ക് പ്രസംഗിക്കാൻ കഴിവുള്ളത് കൊണ്ടാണ്. എൻ്റെ കഴിവ് കണ്ടുകൊണ്ട് അദ്ദേഹം വിളിച്ചു. എൻ്റെ ഈ കഴിവ് നഷ്ടപ്പെട്ടാൽ പിന്നെ വിളിക്കത്തുമില്ല. അതാണ് ലോകത്തിൻ്റെ സ്നേഹം. കഴിവുണ്ടെങ്കിൽ മാത്രം വിളിക്കും. എന്നാൽ എൻ്റെ ഭാര്യ, എൻ്റെ കർത്താവ് കഴിഞ്ഞാൽ ഞാൻ രണ്ടാമത് സ്നേഹിക്കാൻ കാരണം എൻ്റെ കഴിവുകേടുകൾ അറിഞ്ഞ് സ്നേഹിക്കുന്ന ഒരാളെ ഈ ഭൂമിയിലുള്ളൂ, അത് എൻ്റെ ഭാര്യയാണ്. അത് ഭർത്താവാ. സന്തോഷമുള്ളവർ എത്ര പേരുണ്ട്? ആമേൻ. ബഹുമാനപ്പെട്ട ഭാര്യയെ, നിനക്കൊരുപാട് കഴിവുള്ള വ്യക്തിയല്ല, നിനക്ക് ചില കഴിവുകേടുകളും ഉണ്ട്. ഞാനിന്ന് രാത്രി ഇതൊരു കുടുംബയോഗമൊന്നും അല്ലെങ്കിലും ഫാമിലി കോൺഫറൻസ് അല്ലെങ്കിലും ഒരു കാര്യം പറയാം. ഇന്നതുവരെ ഒരൊറ്റ ഭർത്താവിനും ഒരു ഭാര്യയ്ക്കും 100% യോജിച്ച പാർട്ട്ണറെ കിട്ടിയിട്ടില്ല. കിട്ടിയിട്ടുണ്ടോ? സമ്മതിച്ചല്ലോ അല്ലേ? 100% യോജിച്ച ഒരു ഭർത്താവിന് വരെ നിങ്ങൾ കല്യാണം കഴിച്ചിട്ടില്ലോ, കിട്ടുകയില്ല. നേരത്തെ അതങ്ങ് അഡ്വാൻസ് ആയിട്ട് പറഞ്ഞേക്കാം. ഇനി അത് ഓർത്തിരിക്കണ്ട. പ്രീശലോട്. ഹല്ലേലൂയ. പിന്നെ നിങ്ങളോട് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നിങ്ങൾ കാണുന്നല്ല, നിങ്ങളുടെ ഭാര്യയല്ല, ഒരു ഭാര്യയെ കിട്ടുകയുള്ളൂ. അത് ഓർത്തോടെ. പ്രീശലോട്. എല്ലാത്തിലും ടിക്കറ്റ് വെക്കരുത്. ഇതും എൻ്റെ, ഇതും എൻ്റെ,
ഇതും എൻ്റെ ഇല്ല, ഒരെണ്ണേ കിട്ടുകയുള്ളൂ, അതിനുള്ള വ്യവസ്ഥയേ ഉള്ളൂ. അതല്ല തരാൻ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, നിന്നോട് ദേഷ്യം ഉണ്ടായിട്ടുമല്ല, അതിനുള്ള വ്യവസ്ഥയേ ഉള്ളൂ. അതാ സന്തോഷത്തോട് കർത്താവിനെ സ്തുതിച്ചാട്ടെ, മനസ്സ് നിറഞ്ഞ് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഒരൊറ്റ കാര്യം ഞാൻ പറഞ്ഞു പോകാം, മുമ്പോട്ട് ശ്രദ്ധിച്ച് കേൾക്കണം. ഹല്ലേലൂയ, സ്തോത്രം. 50% മാത്രമേ ഒരു കുടുംബ ജീവിതത്തിൽ ഒരു ഭാര്യയെ നോക്കിയെടുക്കാൻ പറ്റൂ. ഞാൻ ഒരു കാര്യം പറയുന്നത്, ഏത് കല്യാണമാണെങ്കിലും കല്യാണത്തിന് മുമ്പ് ആ പെണ്ണിനോടൊന്ന് സംസാരിച്ചിട്ടേ കല്യാണം കഴിക്കാവൂ. എന്തെങ്കിലും ഒന്ന് സംസാരിച്ചിട്ട് എന്നാ ഉണ്ട് വിശേഷം എന്തെങ്കിലും ചോദിക്കണം. കാരണം അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് തേത്ത തുക ബാധിക്കുന്നോ എന്നാ ഉണ്ട് വിദേഹമെന്ന് ചോദിച്ചാൽ നീ ആകെ പ്രശ്നത്തിലാകും. ഉണ്ട്, ഒന്ന് സംസാരിച്ചിട്ട് തുടങ്ങുന്നത് നല്ലതാണ്. പിന്നെ വിദ്യാഭ്യാസം വേണം ചോദിക്കാം. പിന്നെ കാണുമ്പോൾ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ട്. വിദ്യാഭ്യാസം ചോദിക്കാം, എത്ര പേര് എവിടെയാണ് പഠിച്ചതെന്ന് ചോദിക്കാം. ഇത്ര ഒരു 50% നോക്കിയെടുക്കാം. ബാക്കി 50 25 അഡ്ജസ്റ്റ് ചെയ്യണം. 25 അഡ്ജസ്റ്റ് ചെയ്യണം. ഇപ്പം എത്രയായി? 75. ബാക്കി 25 അല്ലേ കണ്ടില്ലെന്ന് വെക്കണം. അതേ നടക്കുകയുള്ളൂ, അല്ല നടക്കുകയല്ല. അടുത്തിരിക്കുന്നവർക്കിട്ട് പിച്ചവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ പറഞ്ഞതൊരു സത്യമാണ്. ആമേൻ. പക്ഷേ കുറച്ചൊക്കെ നമ്മൾ കണ്ടില്ല, കേട്ടില്ല, അറിഞ്ഞില്ല എന്നൊക്കെ വെക്കുമ്പോൾ അവിടെ എല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യം വ്യാപരിക്കും. അവിടെ എല്ലാം കർത്താവ് ഇറങ്ങി വരും. ഹല്ലേലൂയ. ലോകത്തിലെല്ലാവരും 100% അറിവുള്ളവരല്ല. ലോകത്തിലെല്ലാവരും സിനിമാ നടനും സിനിമാ നടിയും പോലെ അഴകുള്ളവരല്ല. സ്തോത്രം. ആമേൻ. ബഹുമാനപ്പെട്ട ഭർത്താവേ, നിൻ്റെ ഭാര്യയുടെ കൈ ജയലളിതയുടെ കൈ പോലെയോ നവ്യാനാരുടെയും കാവ്യാമാധവൻ്റെയും ഒക്കെ കൈ പോലിരിക്കാത്ത നിനക്ക് വേണ്ടി കറിക്കരിഞ്ഞ് എൻ്റെ അഴക് പോയതാ. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ അതൊക്കെ എന്നാ വിരളായിരുന്നു തന്നെ. സ്തോത്രം പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ. കർത്താവിനെ നന്ദിയോടെ സ്തോത്രം പറഞ്ഞാട്ടെ. ലാക്ടോക്കനാമലും പേറാലവലും പ്രിയങ്കയും കാവേരി ഓലയും ഇന്ദിലേക്കും തേച്ച് എൻ്റെ ഭാര്യയുടെ മുഖം നല്ല അഴകുണ്ടായിരുന്നേനെ. പക്ഷേ നിനക്ക് വേണ്ടി തുണിയലക്കി, നിനക്ക് വേണ്ടി അടുക്കള പുറം തൂത്ത് മുറ്റം തൂത്ത് വെയിൽ കൊണ്ട് ആ പാവ അങ്ങനായി പോയതാ. സന്തോഷത്തോടെ, അത് സ്നേഹത്തോടെ, ശരീരത്തെ അല്ല സ്നേഹിക്കണ്ടേ, ഭാര്യ ഭർത്താവിൻ്റെയും ഭർത്താവ് ഭാര്യയുടെ മനസ്സിനെ സ്നേഹിക്കണം. സന്തോഷത്തോടെ കരന്നവർ ഉയർത്തി കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞ് സ്തുതിച്ചാട്ടെ. വായിക്കാം മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം 37-ാമത്തെ വാക്യം. യെസ്, യേശു ക്രിസ്തുവിന്റെ സർവശക്തന്റെ സ്നേഹത്തിന്റെ മറ്റൊരു മുഖം. യെസ്, വായിക്കാം. യെരൂശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ ചെയ്യുന്നവരെ കോഴി തന്റെ കുഞ്ഞിനെ ചിറകിന്റെ മറവിൽ ചേർക്കുന്ന പോലെ ചേർത്തുകൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു. മതി. ദൈവത്തിന്റെ സ്നേഹത്തിന് മറ്റൊരു മുഖം. പരുന്ത് പറന്നു വരുമ്പോൾ, കാക്ക പറന്നു വരുമ്പോൾ, ആക്രമിക്കുവാൻ പലതും വരുമ്പോൾ ചിറക് ഉയർത്തിക്കൊടുത്ത് ചിറകിന്റെ മറവിൽ തൻ്റെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നൊരു സ്നേഹം. എത്ര പേർക്ക് സന്തോഷമുണ്ട്. പുനലൂരിനടുത്ത് ഒരു റബ്ബർ തോട്ടത്തിന് തീപിടിച്ചു. നടന്ന സംഭവമാണ്. റബ്ബർ തോട്ടത്തിന് തീപിടിച്ചിട്ട് ഒരു ബോർഡർ കത്തി ഇപ്പുറത്ത് വന്ന് ആ റബ്ബർ തോട്ടത്തിൻ്റെ സൈഡിൽ നിന്ന് ഒരു ഓല വീടിന് തീപിടിച്ചു. ആ മാതാപിതാക്കൾ അവിടെ ഉണ്ടായിരുന്നില്ല. അവർ തിരിച്ചു വന്നപ്പോൾ അവരുടെ വീടും അവരുടെ വസ്ത്രങ്ങളും എല്ലാം കത്തി നശിച്ചു. അവർക്ക് 4 കുഞ്ഞുങ്ങളും ഒരു തള്ളക്കോഴിയും ഉണ്ടായിരുന്നു. അതെന്ത് ചെയ്യുന്നറിയാൻ വേണ്ടി ആ വീട്ടുടയവൻ വാഴയെല്ലാം കത്തിക്കിടക്കുന്ന, വാഴക്കച്ചികളെല്ലാം കത്തിക്കിടക്കുന്ന, ചാരക്കൂമ്പാരങ്ങൾ ഇങ്ങനെ കിടക്കുന്ന വീടിൻ്റെ ചുറ്റും കരഞ്ഞുകൊണ്ട് അമ്മയും അപ്പനും കൂടി ഇങ്ങനെ നടക്കുമ്പോൾ ഒരു കമ്പ് കയ്യിലെടുത്ത് പിടിച്ച് കുറേ ഓല കത്തിക്കിടക്കുന്നതിനിടയിൽ ഇങ്ങനെ തട്ടി നോക്കിയപ്പോൾ കറകറാന്ന് കറുത്ത് ആ തള്ളക്കോഴി ഇങ്ങനെ വെന്തിരിക്കുന്ന കണ്ടു. താനതിനെ തട്ടിമറിച്ചിട്ടപ്പോൾ, ഇത് അദ്ദേഹം തന്നെ സ്റ്റേജിൽ പറഞ്ഞതാണ്, ഞാൻ പ്രസംഗിച്ച സ്റ്റേജിൽ. ആ പറഞ്ഞാളും മരിച്ചുപോയി. ഭാസ്കരപിള്ള എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്, പാട്ടുകാരൻ. ആ കോഴിയെ താൻ മറിച്ചിട്ടപ്പോൾ അതിൻ്റെ ചിറകിൻ്റെ കീഴിൽ നിന്ന് ജീവനുള്ള 4 കുഞ്ഞുങ്ങൾ ഇറങ്ങി വന്നു.
കാൽവറി ക്രൂശിൽ അതാ സംഭവിച്ചത്. എന്റെ പ്രാണനാഥൻ കാൽവറിയിൽ എനിക്ക് വേണ്ടി തകർക്കപ്പെട്ടപ്പോൾ അവന്റെ ചിറകിന്റെ മറവിൽ ഞാൻ ഉണ്ടായിരുന്നു എന്ന് ഉറപ്പുള്ളവർ അല്ലപോലെ കർത്താവിനെ ഒന്ന് സ്തോത്രം പറഞ്ഞ് സ്തുതിക്ക്. ആ ചിറകിന്റെ മറവിൽ എന്നെ ചേർത്ത് അവൻ എനിക്ക് വേണ്ടി യാഗമായി. സ്തോത്രം. എത്ര സ്നേഹം പറയണം. ഞാൻ 5 സ്നേഹമെങ്കിലും നിങ്ങളോട് പങ്കുവെച്ചെന്ന് ഞാൻ വിചാരിക്കുന്നു. വേറൊരു സ്നേഹം കൂടെ പറഞ്ഞിട്ട് ഞാൻ മുമ്പോട്ട് പോകാം. സദൃശവാക്യങ്ങൾ 25:4. യെസ്. വെള്ളിയിൽ നിന്ന് കീടം നീക്കിക്കളഞ്ഞാൽ തട്ടാന് ഒരുപടി കിട്ടും. മതി. എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകത സ്വർണം ഉരുക്കുന്ന ഒരു ഗോൾഡ് സ്മിത്ത്, ഒരു തട്ടാൻ്റെ സ്നേഹം. എന്തിനാ തീക്കകത്തിടുന്നേ? ആ സ്വർണത്തിനകത്ത് കീടം മാറാനാ. ദൈവം ചിലപ്പോഴൊക്കെ നിന്നെ പരീക്ഷയിലൂടെ കടത്തിവിടുന്നത്, തീയിലൂടെ കടത്തിവിടുന്നത്, ചില പ്രതികൂലത്തിലൂടെ കടത്തിവിടുന്നത് നിന്നെ തകർക്കാനല്ല, നിന്നെ ഇല്ലാതാക്കാനല്ല. സ്വർണം ഒരിക്കലും ഒരു തീക്കകത്തോടെ, വെള്ളി ഒരു തീക്കകത്തോടെ നശിച്ചു പോയിട്ടില്ല. പകരം അത് തീക്കകത്തോടെ കയറി നല്ലൊരു ഉരുപ്പടിയായി. സ്തോത്രം പറഞ്ഞോ, സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചോ, സ്തോത്രം പറഞ്ഞോ, ഹല്ലേലൂയ. ഇന്ന് രാത്രി തമ്പുരാനെ സ്തുതിച്ചോ. യെസ്. തട്ടാൻ്റെ സ്നേഹം, ഒരു ഗോൾഡ് സ്മിത്തിന്റെ. എന്നെ അവൻ തീയിലും വെള്ളത്തോട് കടത്തിവിട്ടു. 7 പ്രാവശ്യം ഉലയിൽ കാച്ചി പഴുപ്പിച്ച സ്വർണത്തിൽ, തങ്കത്തിൻ്റെ ആ വിശ്വാസത്തിന്റെ ശോധനയാണ് കാണിക്കുന്നത്. ആമേൻ. കർത്താവിനെ കടത്തിവിട്ടു. ആമേൻ. അവന്റെ സ്നേഹമാണത് എന്നെ നല്ലൊരു പാത്രമാക്കാൻ, മറ്റുള്ളവരുടെ മുമ്പിൽ കൊള്ളാവുന്ന ഒരു ആഭരണമാക്കി മാറ്റാൻ, ആ കീടമെല്ലാം നശിപ്പിച്ച് എന്നെ പുറത്തു കൊണ്ടുവരുന്ന ഒരു നല്ല ഗോൾഡ് സ്മിത്തിന്റെ, ഒരു തട്ടാന്റെ സ്നേഹം. ചിലതൊക്കെ പറയാനുണ്ട്, സമയമില്ല. മലാക്കി പ്രവചനം 3-4 വാക്യം എളുപ്പം വായിച്ചു പോകാം നമുക്ക്. മലാക്കി 3:4. യെസ്. അവിടെ എഴുതിയിരിക്കുന്നത് ഒരു തട്ടാൻ. ആമേൻ. വായിച്ച്. ഇരുന്നു കൊണ്ട്. 3:4. അന്ന് യഹൂദയുടെ യെരൂശലേമിന്റെയും വഴിപാട് പുരാതന കാലത്ത് എന്ന പോലെയും പണ്ടത്തെ ആണ്ടുകളിൽ എന്ന പോലെയും യഹോവയ്ക്ക് പ്രസാദകരമായിരിക്കും. ഹല്ലേലൂയ. മീഖ പ്രവചനം 3:4 ആണോ? മലാക്കിയ പറഞ്ഞല്ലേ? മീഖ 3:4. യെസ്. മീഖ പ്രവചനം 3-4 വാക്യം. യെസ്. അന്ന് അവർ യഹോവയോട് നിലവിളിക്കും, എന്നാൽ അവൻ അവർക്ക് ഉത്തരം അരുളുകയില്ല. 3:3 വായിച്ചേ. നിങ്ങൾ എന്റെ ജനത്തിന്റെ മാംസം തിന്ന്. അല്ല, മീഖ പ്രവചനം 3-4 വാക്യമാണോ? മലാക്കിയാണോ ആദ്യം വായിച്ചേ? മലാക്കി പ്രവചനം 3:3 വായിച്ചേ. അവൻ ഊതി കറക്റ്റ്. അത് ആദ്യം വായിച്ച വാക്യത്തില് ഒരു വാക്യമാണ്. അവൻ ഊതി കഴിക്കുന്നവനെ പോലെയും വെള്ളി ശുദ്ധി വരുത്തുന്നവനെ പോലെയും ഇരുന്നു കൊണ്ട്. എവിടെ ഇരുന്നു കൊണ്ട്? ഏത് തീക്കകത്ത് ഇതിന് ഇട്ടോ. നിങ്ങൾ ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ച്. ഏത് തീക്കകത്ത് നിന്നെ ഇട്ടോ ആ തീയുടെ പാത്രത്തിനരികെ ആരിപ്പുണ്ട്? അത് പണിയുന്നവൻ ഇരിപ്പുണ്ട്. അവൻ നിന്നെ തീക്കകത്ത് ഇട്ടേച്ച് ദൂരെ ഓടിപ്പോകുന്നവനല്ല. അവൻ ഇരുന്നു കൊണ്ട്. എന്നാ വാക്യം അത്? അവൻ അതിന്റെ അടുത്ത് ഇരുന്നു കൊണ്ട് ലേവി പുത്രന്മാരെ ശുദ്ധീകരിച്ച് പൊന്നുപോലെയും വെള്ളി പോലെയും നിർമ്മലീകരിക്കും. ഒന്ന് നല്ല പോലെ കരമുയർത്തി ഒരു സ്തോത്രം പറഞ്ഞാട്ടെ, സ്തോത്രം പറഞ്ഞാട്ടെ. 7ാമത്തെ സ്നേഹം പറഞ്ഞ് ഞാൻ നിർത്താം. ദ സെവൻത് ലവ്. വായിക്കാം. യെശയ്യാപ്രവചനം 61-ാം 10-ാമത്തെ വാക്യം. യെശയ്യാപ്രവചനം 61-ാം 10-ാമത്തെ വാക്യം. യെസ്. ആമേൻ. ഞാൻ യഹോവയിൽ ഏറ്റവും ആനന്ദിക്കും. എന്റെ ഉള്ളം എന്റെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. മണവാളന്റെ സ്നേഹം. മണവാളൻ തലപ്പാവ് അണിയുന്നത് പോലെയും മണവാട്ടി ആഭരണങ്ങളാൽ തന്നെത്താൻ അലങ്കരിക്കുന്നത് പോലെയും അവൻ എന്നെ രക്ഷാവസ്ത്രം ധരിപ്പിച്ച് നീതി എന്ന ഒന്ന് കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇന്ന് രാത്രി കറ, വാട്ടം, ചുളുക്ക, ക്ഷയം, മാലിന്യമില്ലാതെ ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിക്കപ്പെട്ട തങ്ക മണവാട്ടിയായി. ആമേൻ. ഹല്ലേലൂയ. കല്യാണത്തിന് 2 വെള്ള തുണി വിരിച്ച കസേരയിൽ ഇരുന്നത് വല്ല ഓർമ്മയുണ്ടോ? അന്ന് 45-ാം സങ്കീർത്തനം വായിച്ചതിൽ ഓർമ്മയുണ്ടോ?
അന്തപുരത്തിലെ രാജ്ഞി ചന്തമേഴും, അത് 45 മറന്നു പോയത് കൊണ്ട് 2 വരി ഒന്ന് മനസ്സിലാക്കി അന്ന് വായിച്ചായിരുന്നു. 45 ദിവസം അന്തപുരത്തിലെ രാജകുമാരി ശോഭ പരിപൂർണയാകുന്നു. അവളുടെ വസ്ത്രം പൊൻകസവ് കൊണ്ടുള്ളത്. അവളെ ചിത്രത്തയിലുള്ള വസ്ത്രം ധരിപ്പിച്ച രാജസന്നിധിയിൽ കൊണ്ടുവരും. അവളുടെ തോഴിമാരും എന്നൊക്കെ എഴുതിയിരുന്നത് 45 നമ്മളെ കസേരയിലിരുത്തി വായിച്ചത്. അന്നത്തെ വെപ്രാളത്തിനിടയിൽ ഇത് കേൾക്കാൻ സമയം കിട്ടാത്ത സ്തോത്രം. കർത്താവിനൊന്ന് സ്തുതിച്ചാട്ടെ. അന്തപുരത്തിലെ രാജ്ഞി ചന്തമേഴും ശോഭാമൂലം, അന്തപുരത്തിലെ രാജ്ഞി ചന്തമേഴും ശോഭാമൂലം, എന്തു പരിപൂർണയാമവൾ അണിയും വസ്ത്രം പൊൻകസവ് കൊണ്ടു നെയ്തതാ. എന്തു പരിപൂർണയാമവൾ അണിയും വസ്ത്രം പൊൻകസവ് കൊണ്ടു നെയ്തതാ. എൻ മനസ്സുയരുന്നകോ നന്മയേറും വചനത്താൽ, എൻ മനസ്സുയരുന്നകോ നന്മയേറും വചനത്താൽ, ചിന്മയ രാജനെ കുറിച്ച് പാടിയ കഥ നന്മയോടറിയിച്ചിടുന്നു. ചിന്മയ രാജനെ കുറിച്ച് പാടിയ കഥ ചെമ്മയോടറിയിച്ചിടുന്നു. അന്തപുരത്തിലെ രാജ്ഞി ചന്താമേഴും ശോഭാമൂലം, അന്തപുരത്തിലെ രാജ്ഞി ചന്താമേഴും ശോഭാമൂലം, അന്തപുരത്തിലെ രാജ്ഞി ചന്താമേഴും ശോഭാമൂലം, അന്തപുരത്തിലെ രാജ്ഞി ചന്താമേഴും ശോഭാമൂലം, എന്തു പരിപൂർണയാമവൾ അണിയും വസ്ത്രം പൊൻകസവ് കൊണ്ടു നെയ്തതാ. എന്തു പരിപൂർണയാമവൾ അണിയും വസ്ത്രം പൊൻകസവ് കൊണ്ടു നെയ്തതാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ കർത്താവിനെ കുറിച്ച് പാടാൻ എന്ത് സന്തോഷമാണ്. 45 സങ്കീർത്തനം. എൻ്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു. എൻ്റെ ഹൃദയ രാജാവിനുള്ളത്. അന്തപുരത്തിലെ രാജകുമാരി ശോഭ പരിപൂർണയാണ്. അവളുടെ വസ്ത്രം പൊൻകസവ് കൊണ്ടുള്ളതാണ്. അവളെ ചിത്രത്തയിലുള്ള വസ്ത്രം ധരിപ്പിച്ച രാജസന്നിധിയിൽ കൊണ്ടുവരും. അവളുടെ തോഴിമാരും. എൻ്റെ കർത്താവ് ഇസ്രായേൽ കന്യകയോട് പറഞ്ഞത്, അവർക്ക് മനസ്സില്ലാത്തതുകൊണ്ട് മണവാട്ടിയായി തിരഞ്ഞെടുക്കപ്പെട്ട പുതിയ നിയമസഭയോട് പറയുക, നിന്റെ മണവാളൻ, എൻ്റെ മണവാളൻ, എൻ്റെ പ്രാണനാഥൻ വരാൻ സമയമായി. എൻ്റെ കർത്താവ് ഹല്ലേലൂയ ആമേ കാന്തയും തന്നെത്താൻ ഒരുക്കി കാത്തിരിക്കുന്നു. ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിക്കപ്പെട്ട കർത്താവിൻ്റെ മണവാട്ടി. ആമേൻ. വെയിലാറി നിഴൽ കാണാതാകുവോളം നമുക്ക് മൂറിൻ മലയിലും കുന്തിരിക്ക കുന്നിലും ചെന്നിരിക്കാം. എൻ്റെ പ്രിയ, നീ സർവാംഗ സുന്ദരി, നിന്നിലൊരു ഊനവുമില്ല. ലബാനോനെ വിട്ട് എന്നോടുകൂടെ പോരുക. ആമേൻ. അമാനാമുകളും ശനീർ കർമ്മോൻ കൊടിമുടികളും പുള്ളിപ്പുലികളുടെ താഴ്വരകളും വിട്ട് എന്നോടുകൂടെ പോരുക. ഹല്ലേലൂയ. എൻ്റെ പ്രാണനാഥൻ നിന്നെ അന്വേഷിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി മുന്തിരിത്തോട്ടങ്ങൾ പൂത്തോ മാതളങ്ങൾ തളിർത്തോ എന്നറിയുവാൻ ഇന്ന് രാത്രി എൻ്റെ മണവാളൻ മൈലച്ചലിൻ്റെ താഴ്വരയിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. അരുമ മണവാട്ടിയേ, ഇന്ന് രാത്രി എൻ്റെ പ്രാണനാഥൻ്റെ വരവിന് വേണ്ടി ആർത്തിയോടെ കാത്തിരിക്കുന്ന, ആവലോടെ കാത്തിരിക്കുന്ന തൻ്റെ മക്കൾക്ക് വേണ്ടി എൻ്റെ കർത്താവ് ഇന്ന് രാത്രികാലം ഹല്ലേലൂയ അവൻ്റെ വരവിൻ്റെ ദിവസം ചുരുക്കുക. വൃതന്മാരുടെ പ്രാർത്ഥന നിമിത്തം ആ ദിവസം ചുരുങ്ങും. ദേവദാസ്പാഷൻ്റെ അർത്ഥം അറിയാമോ? വേദനയോടെ പ്രതികൂലത്തിൻ്റെ മധ്യത്തിൽ ചങ്ക് പൊട്ടി കരയുന്ന ദൈവദാസന്മാരുടെ കണ്ണുനീർ നിമിത്തം തമ്പുരാൻ വരാനുള്ള ദിവസം വേഗമാക്കും എന്നതിൻ്റെ അർത്ഥം. നമുക്കെല്ലാം എഴുന്നേറ്റ് നിൽക്കാം. മനസ്സ് കർത്താവിൻ്റെ സന്നിധിയിൽ ഒന്ന് പകരാൻ, ദൈവകരങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാൻ. ഈ കൺവെൻഷന് വേണ്ടി അധ്വാനിച്ച ഇതിനൊരു കമ്മിറ്റി പ്രിയപ്പെട്ടവരുണ്ട്. അവരാ നിൽക്കുന്ന സ്ഥലം ഒന്ന് കരമൂർത്തി കാണിക്കാമോ? അമേൻ. സ്തോത്രം. അമേൻ. 1 2 അമേൻ. അങ്ങനെയുള്ള പ്രിയപ്പെട്ടവർക്ക് അമേൻ താല്പര്യമാണെങ്കിൽ വരാൻ ആഗ്രഹമുള്ളവർക്ക് സ്റ്റേജിലേക്ക് ഒന്ന് വരാമോ പ്ലീസ്? അമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവകരങ്ങൾക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. അമേൻ. സ്തോത്രം. ഞാൻ പൊതുവിൽ അമേൻ ഒന്ന് പ്രാർത്ഥിച്ച് ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഗ്രൗണ്ടിലേക്ക് വരും. ഈ കൺവെൻഷൻ ഇവിടെ അവസാനിക്കുന്നതുകൊണ്ട് എനിക്ക് വേണ്ടി എൻ്റെ കുടുംബത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ മുൻപോട്ട് വന്നാൽ അവർക്ക് വേണ്ടി അവരുടെ തലയിൽ കൈവച്ചൊന്ന് പ്രാർത്ഥിച്ച് നിങ്ങളെ അയക്കാം. അമേൻ. ഇത് നമ്മുടെ ഒരു അനുഗ്രഹത്തിൻ്റെ രാത്രിയാണ്. സ്തോത്രം. അമേൻ. ഈ അനുഗ്രഹിക്കപ്പെട്ട സുവിശേഷ മഹാസമ്മേളനം അമേൻ നടത്തിയത് അമേൻ
ലോകരാജ്യങ്ങളിൽ എവിടെയെങ്കിലുമുള്ള കോടിക്കണക്കിന് സ്വത്തുള്ള കോർപ്പറേറ്റുമാരോ 10-20 ഏക്കർ റബ്ബർ തോട്ടമുള്ളവരും അമേൻ ഒന്നുമല്ല. ഒട്ടുപാലും പട്ട് തയ്യും റബ്ബർ ഷീറ്റും കണ്ടിട്ട് പോലും ഇല്ലാത്ത പാവപ്പെട്ട നീങ്ങിക്ക് അമേൻ. ഇവരെയൊക്കെ സ്റ്റേജിലേക്ക് വിളിച്ചത് അമേൻ ഈ കൺവെൻഷൻ്റെ പിൻപിൽ അധ്വാനിച്ച പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ജനം, സാധാരണക്കാരാ. അവരുടെ നാണയത്തുട്ടുകൾ അവർ കൂട്ടിവെച്ച് കർത്താവിൻ്റെ വരവ് താമസാൽ അടുത്ത വർഷവും പ്രാർത്ഥിച്ച് നടത്താനാ. നിങ്ങളവരെ ശ്രദ്ധിച്ചോ? ലോകം ഇത് കാണണം. കോടികൾ സമ്പാദ്യമുണ്ടെങ്കിലും ആയിരക്കണക്കിന് ഏക്കർ സ്ഥലങ്ങളും വരുമാനങ്ങളും ഉള്ളവർ, ഒരു സുവിശേഷ പ്രതി പോലും അച്ചടിച്ചു കൊടുക്കാത്തവർ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഒരു പക്ഷേ ഈ ഓൺലൈനിൽ കാണുന്നവർ കണ്ടേക്കാം. തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടയ്ക്ക് അടുത്തുള്ള മൈലച്ചിൽ കോവലുവിള എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിലെ പാവപ്പെട്ട ഒരു കൂട്ടം ജനം ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല മ്യൂസിക് ടീമിനെയൊക്കെ വിളിച്ച് ഇങ്ങനൊരു മഹാസമ്മേളനം നടത്താനിടയായി. ഇവർക്ക് വേണ്ടി ഞാനൊന്ന് പ്രാർത്ഥിക്കാൻ പോകുക. മഹാപരിശുദ്ധനും നിത്യനുമായി ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗ്ഗ പിതാവേ, ഇതിൻ്റെ മുൻപിലും പിൻപിലും ഒരുപോലെ അധ്വാനിച്ച് പ്രാർത്ഥിച്ച് ഈ മഹാസമ്മേളനത്തിന് കാരണക്കാരായി തീർന്ന ഈ പ്രിയപ്പെട്ടവരെ, അവരുടെ കുടുംബങ്ങളെ പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അങ്ങയുടെ നാമം ചൊല്ലി ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ചെയ്തതിന് അവർക്ക് പ്രതിഫലം കൊടുക്കണം. കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ ഇനിയും അവർ ഇതുപോലുള്ള സംരംഭങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് നിൽക്കാൻ കൃപ കൊടുക്കണം. അവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണം. ഇതിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ അവരുടെ വിദ്യാഭ്യാസം മാനിക്കണം. അവരുടെ വരുമാനങ്ങളെ അനുഗ്രഹിക്കണം. കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ചെയ്തതിന് പ്രതിഫലം കൊടുത്താട്ടെ. എല്ലാ നന്മകളാലും നിറയ്ക്കണമേ. അനുഗ്രഹിച്ചാട്ടെ. ഇതിനുവേണ്ടി സാമ്പത്തികമായി ചിലവഴിച്ചവരെല്ലാം അനുഗ്രഹിച്ചാട്ടെ. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദിയോടെ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവേ, ആമേൻ.